ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു ചെറിയ പരിപാടിയായിട്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് 18-ാം തീയതി ഞാൻ പറഞ്ഞിട്ടില്ലേ യേശുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വന്നാണ്. അപ്പോൾ അതെന്നാ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 1.5 കിലോയുടെ ഒരു 2 ടയർ കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നത്, ഞാൻ കേക്ക് ഉണ്ടാക്കുമെന്നൊക്കെ എന്നെ ചിലർ ചോദിക്കാറ്. നിങ്ങൾ കേക്ക് ഉണ്ടാക്കി തന്നെ വിൽക്കുന്നതാണോ, എല്ലായിടത്തുനിന്ന് മേടിച്ച് വിൽക്കുന്നതല്ലേ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് നട്ടി ബബിൾ കേക്കാണ്. ഡിസൈനൊക്കെ വേറെ ആയിരിക്കും, മുകളിലുള്ള ബബിൾസ് ഒന്നും കാണില്ല. എന്നാലും നട്ടി ബബിളിൻ്റെ ഒരു ഇതൊക്കെ വരുന്ന രീതിയിൽ, ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ളൊരു കേക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പഞ്ചസാര പൊടിച്ചെടുക്കാം. അതിന് ഞാനൊരു 3/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൊടി വറക്കുന്നു. പഞ്ചസാര പൊടിയാണ് കേട്ടോ, ഷുഗർ പൊടിയാണ്. അടിച്ചുള്ള തന്നതാണ്. അപ്പം നമ്മൾ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ട്. പൊടി വറുക്കുന്നതാണ് കേട്ടോ. ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് അങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ പൊടിച്ചിട്ട് ഞാനൊരു ഇച്ചിരി കഴിഞ്ഞേ തുറക്കാറുള്ളൂ. കാരണം വെച്ചാൽ മൊത്തം ഇങ്ങനെ ഇതായിരിക്കുന്ന ടൈമാണല്ലോ. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള പരിപാടി. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെറ്റാക്കാം. അപ്പം നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെറ്റാക്കാവേ. അപ്പോൾ ഇങ്ങനൊരു അരിപ്പയിലേക്ക് നമ്മൾ കുറച്ച് അടുത്ത് വെക്കാം അല്ലേ. ഓക്കെ, ഇങ്ങനൊരു അരിപ്പയിലേക്ക് നമ്മൾ 1.5 kg ഉണ്ടാക്കുന്നതുകൊണ്ട് 1.5 കപ്പ് മൈദപ്പൊടി ഇടുവാണ്. ഒന്നര കപ്പ് മൈദപ്പൊടി എടുത്തു. ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും. അപ്പം ബേക്കിംഗ് പൗഡർ നമുക്ക് 1.5 ടീസ്പൂൺ. ഇതാണ് നമുക്ക് ബേക്കിംഗ് പൗഡർ. ഇത് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഈ ബേക്കിംഗ് സോഡ നമുക്ക് ഒരു 1/4 ടീസ്പൂണും 1/4 ടീസ്പൂണിൻ്റെ പകുതി, 1/4 ടീസ്പൂൺ. അപ്പോൾ ഇതിനൊരു സ്പൂണും പിന്നെ ഒരു പകുതിയോട് ഇട്ട് കൊടുക്കാം. സെറ്റ്. ഇനി ഒരു നുള്ളാക്കേണ്ട നമുക്കൊരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ ഈ ബേസ് ഉണ്ടാക്കുന്നത് സാറ്റർഡേ ആണ് കേട്ടോ. ഇന്ന് മോൾക്ക് ക്ലാസ് ഉണ്ട്. ചേട്ടായി വർക്കിന് പോയിരിക്കുകയാണ്. നമുക്കൊരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ഇട്ട് കൊടുത്തു. ഒന്നെങ്കിൽ ഒരു 3-4 തവണ അരിക്കാം. ഈ 3-4 തവണ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പം അരിക്കാൻ മടിയാണ്. നമ്മൾ പുറത്ത് കൊടുക്കുമ്പോൾ അരിച്ചൊക്കെയാണ് 5-6 തവണ അരിക്കുക. ഇത് മിക്സ് ആകുക എന്നുള്ളതാണ് ലക്ഷ്യം. ഞാൻ അതിനിങ്ങനെ ഇട്ട് ഇളക്കുമ്പോൾ കുറേ മിക്സ് ആവുമല്ലോ. അങ്ങോട്ട് അരിച്ചിടും. ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പം നമുക്കിത് എന്തെങ്കിലും ഇളക്കുമ്പോഴത്തേക്ക് ഇത് മിക്സ് ആവും. മിക്സായി കഴിഞ്ഞിട്ട് ഇതൊന്നിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും മിക്സായി തന്നെ വീണോളും. വീട്ടിലോട്ട് എടുക്കുമ്പോൾ ഞാനിങ്ങനെ ഒറ്റത്തവണ അരിക്കാറുള്ളൂ. പക്ഷേ ഇനി എങ്ങാനും എന്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ ബേക്കിങ്ങിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമ്മൾ തന്നെയല്ലേ. പക്ഷെ നമ്മൾ പുറത്തോട്ട് കൊടുക്കുമ്പോൾ പേടിയാണ്, കറക്റ്റായിട്ട് ബേക്കാവോ എന്നൊക്കെയുള്ള പേടിയുള്ളത് കൊണ്ട് വളരെ സൂക്ഷിക്കായിരിക്കും ചെയ്യുന്നത്.
ഇത് അരിക്കുന്നത് ഇതിനകത്ത് തരികൾ മാറ്റാനൊന്നും അല്ല കേട്ടോ, ഇതൊന്ന് ജസ്റ്റ് മിക്സ് ആകുക എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഇളക്കി മിക്സ് ആകുകയാണെങ്കിൽ അതാണെങ്കിൽ മതി, അല്ലാതെ ഇതിനകത്ത് പൊട്ടും പൊടിയും മാറ്റി എന്നുള്ളൊരു ലക്ഷ്യത്തിലല്ല. നമ്മുടെ അരിക്കൽ കഴിഞ്ഞു. അപ്പം അരിക്കൽ കഴിഞ്ഞു, നമുക്കിതൊന്നും കൂടി ഒന്ന് മിക്സാക്കാം. മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ പാത്രത്തിലാണ് നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്നത്. ഒരു കുഞ്ഞു പാത്രം കൂടി എടുക്കും, അതിനകത്തിനാന്ന് പറയാം. അപ്പം ഈ 1.5 കിലോ കേക്കിന് വേണ്ടി ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തേക്കുന്നത്. മറ്റേ വെള്ള മുട്ടയില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 6 മുട്ട എടുക്കാം, ഞാൻ പക്ഷേ 5 എടുക്കുന്നുള്ളൂ. ഇതാദ്യം നമുക്ക് ഒരു മുട്ട ഇതിലേക്ക് നേരിട്ട് പൊട്ടിച്ച് വയ്ക്കാം. ഞാൻ 2 പാത്രം എടുത്ത് ഇങ്ങനൊരു കുഞ്ഞു പാത്രം കൂടെ എടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കടയിലൊക്കെ മുട്ട കുറേ കാലമായിട്ട് ഇരിക്കുന്നതായിരിക്കും, നമുക്ക് അറിയത്തില്ലല്ലോ കടയിൽ എത്ര നാളത്തെ പഴക്കമുണ്ടെന്ന്. അപ്പം ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ആദ്യം സെപ്പറേറ്റ് ഈ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുമ്പോൾ മാത്രം മെയിൻ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ നേരിട്ട് ഇതിലോട്ട് ഒഴിക്കുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഓൾറെഡി 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ടായിരിക്കും, 5ാമത്തെ മുട്ടയായിരിക്കും കേട്. ആ 4 മുട്ടയും പോകൂലേ. അതിലും ഭേദം നമ്മളിങ്ങനെ ഒരു സെപ്പറേറ്റ് കുഞ്ഞ് പാത്രം എടുത്തിട്ട് ഓരോ മുട്ടയും പൊട്ടിച്ച് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് ഇത് ആണെങ്കിൽ തന്നെ ആ ഒരെണ്ണം കളഞ്ഞാൽ മതിയല്ലോ. പിന്നെ പണി കൂടുതലാന്നേ ഉള്ളൂ. ഇങ്ങനെ ആ ഒരു പാത്രം എക്സ്ട്രാ കഴുകണം, പൊട്ടിച്ചൊഴിച്ച് നോക്കണം. മറ്റേ നമ്മൾ നേരെ പൊട്ടിച്ചൊഴിച്ചാൽ മതി. നമ്മൾ 5 മുട്ടയും പൊട്ടിച്ചൊഴിച്ചു. ഇത് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിടും. അപ്പം നമുക്ക് ഇരിക്കുന്നില്ലോ, അപ്പം നമുക്ക് ബീറ്റ് ചെയ്യാം കേട്ടോ. അതെ, അപ്പം നമുക്ക് ഈ മുട്ട ബീറ്റ് ചെയ്യാം. ഇപ്പം ഇത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, എല്ലാം ഒന്ന് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇതുണ്ടോ, മഞ്ഞയും വെള്ളം എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് 1.5 ടീസ്പൂൺ, എനിക്ക് ടീസ്പൂണാണോ ടേബിൾ സ്പൂൺ ആണോ എന്ന് എപ്പോഴും ഡൗട്ട് വരും, അത് ഞാൻ എപ്പോഴും നോക്കണം. ഇങ്ങനെ നമുക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാതെ. അപ്പോൾ നമ്മളിത് കുറച്ച് ബീറ്റായിട്ടുണ്ട്. ഇതുണ്ടായി ഇപ്പം ചെറുതായിട്ടൊരു ക്രീമി ടെക്സ്ചർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഷുഗർ ചേർത്ത് കൊടുക്കാം. ഷുഗർ പൗഡർ മൊത്തം ചേർത്ത് കൊടുക്കാം. ഷുഗർ പൗഡർ ചേർത്ത് ഞാൻ അടിക്കുകയില്ല, കാരണം നേരെ അടിച്ചു കഴിഞ്ഞാണല്ലോ ഇവിടെ മൊത്തം തെറിക്കും. ഞാൻ ആദ്യം ഇങ്ങനെ ഒന്ന് വെറുതെ മിക്സ് ചെയ്യും. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ആ പൗഡർ മുട്ടയിലൊക്കെ കിടന്നൊന്ന് മിക്സ് ആവും. ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ അടിക്കുമ്പം ഇവിടെ മൊത്തം തെറിച്ച് വരും. അടിച്ച് പതപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കുറച്ചുകൂടെ ക്രീമി ടെക്സ്ചറായില്ലേ. ഇനി നമുക്കിതിലേക്ക് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കില്ല, വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല, അനുവാദമില്ല. നമുക്ക് ഈ വെളിച്ചെണ്ണയുടെ മണമൊക്കെ വരും, അത് ഇതിന് സ്യൂട്ടാവില്ല. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇതിപ്പം 6 ടേബിൾ സ്പൂൺ ഓയിലുണ്ട്. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ബീറ്റ് ചെയ്യത്തില്ല,
ചെറുതായിട്ടൊന്ന് ഓയിൽ മിക്സ് ആവുക എന്നത് മാത്രമേ ഉള്ളൂ കാര്യം. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഞാനോടത്ത് ബീറ്റർ ഓണാക്കിയിട്ട് എന്താ ഓണാകത്തെന്ന്. സ്വിച്ച് ഓഫായി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലെ നമ്മുടെ പൊടികൾ അത് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഒറ്റയടിക്കല്ല ചേർക്കേണ്ടത്, കുറച്ച് കുറച്ചായിട്ട് ഒരു 3, 4, 5 തവണയായിട്ടാണ് ചേർക്കുന്നത്. മുഴുവനായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ആക്കാനേ ഭയങ്കര പാടുമായിരിക്കും. ഈ പൊടി അങ്ങ് കട്ട കെട്ടിപ്പോവും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ചാണ് ആഡ് ചെയ്യാറ്. എന്നിട്ട് പയ്യെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ സ്പാച്ചില വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കും. കുത്തി ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ബീറ്റ് ചെയ്ത് പൊക്കി വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് താഴെ അടിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളിങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ്. ഒരുമിച്ചിട്ട് കൊടുത്താലും വലിയ കുഴപ്പമില്ല, പക്ഷേ ഇതെല്ലാം ഒന്ന് മിക്സാക്കി വരുമ്പോൾ പാടായിരിക്കും കേട്ടോ. ഓൾറെഡി നമ്മുടെ അടിയിൽ ചെന്ന് പോയതൊക്കെ അങ്ങ് കട്ട കെട്ടിപ്പോവും. അതിനെക്കാട്ടിലും വേണം ഇനി ചെയ്യുവാണെങ്കിൽ എളുപ്പമാണ്. പിന്നെ കുറേ തവണ ഇങ്ങനെ ഇട്ട് കൊടുക്കണം, ഇളക്കണം, ഇട്ട് കൊടുക്കണം, ഇളക്കണം. ക്ഷമ വേണം, ക്ഷമ. അപ്പം ഇതുകൂടെ ഇടുമ്പോൾ ഫൈനലാവും. നമ്മളപ്പോൾ 4 തവണയായിട്ടാണ് ഇട്ടത്. നമ്മളിങ്ങനെ മിക്സ് ആക്കുമ്പോൾ പൊടി ഭയങ്കര, അല്ലെങ്കിൽ നമ്മുടെ മിക്സ് ഭയങ്കര ടൈറ്റ് ആണെന്നുണ്ടല്ലോ, നമ്മൾ കുറച്ച് ചെറിയ ചൂടുള്ള പാല് 2 or 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി, സെറ്റാവും. ചിലവർ കൂടുതൽ ഓയിൽ ചേർക്കും. എനിക്ക് പക്ഷേ ഓയിൽ അധികം ചേർക്കുന്നത് ഇഷ്ടമല്ല. ഭയങ്കര ഓയിലി ആയി പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടോ, എനിക്കങ്ങനെ തോന്നും. പിന്നെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഓയിൽ കുറച്ചിട്ട് ഞാൻ പാൽ ചേർക്കും. പക്ഷേ ഇതിപ്പം ഈ മുട്ടയൊക്കെ ചെറുതാണെങ്കിൽ ആ പ്രശ്നം വരുള്ളൂ കേട്ടോ. ചില മുട്ടകൾ ചെറുതും ചില മുട്ടകൾ വലുതുമൊക്കെ ആറുണ്ടല്ലോ. പക്ഷെ ഇവിടെ പക്ഷേ എനിക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി പ്രത്യേകിച്ച് ഒന്നും ചേർക്കണ്ട. അപ്പം എന്താ, ഈ ഒരു പരുവത്തിൽ നമ്മുടെ നമ്മുടെ മിക്സ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ വെക്കുന്നതിന് ഞാനിത് ഓവനിലല്ല ഗ്യാസ് സ്റ്റോപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് ഓവനില്ല, ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ 2 tier കേക്ക് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് 5 ഇഞ്ചിൻ്റെയും ഇത് 7 ഇഞ്ചിൻ്റെയും പാനാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 6-ൻ്റേതിലും 8-ൻ്റേതിലും ഉണ്ടാക്കാം. ഞാൻ പക്ഷേ ഇച്ചിരി ഹൈറ്റ് കിട്ടട്ടെ. അതോ വലുതാക്കണോ? വേണ്ടല്ലേ, 1.5 എടുത്തേക്കുന്നത്. ഇത് മതി, നമ്മൾ ഹൈറ്റിലിരുന്നോളൂ. 5 ഇഞ്ചിൻ്റെയും 6 ഇഞ്ചിൻ്റെയും 8 ഇഞ്ചിൻ്റെയും 7 ഇഞ്ചിൻ്റെയും 5 ഇഞ്ചിൻ്റെയും പാനാണ് കേട്ടോ. ഇത് സെറ്റാക്കി എടുക്കാം. നമുക്ക് ഓയിലൊക്കെ തേച്ച് പേപ്പറൊക്കെ ഇട്ട് സെറ്റാക്കാം. ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കണം. 3/4 ടീസ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചത്. അത് കേക്കൊക്കെ നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയൊക്കെ വിനാഗിരി യൂസ് ചെയ്യും. പിന്നെ ഒരുപാട് മുട്ടയുടെ സ്മെല്ലൊക്കെ വരാതിരിക്കാൻ വെള്ളം ഹെൽപ്ഫുള്ളാണ്. ഇതിനെ ഈ ട്രെയിലേക്ക് മാറ്റാം. ഓക്കെ, നമുക്കിതൊന്ന് ടാപ്പ് ചെയ്യണം. ഞാൻ ഇങ്ങനെ അടുപ്പിലാണ് കേട്ടോ വെക്കുന്നത്. 2 പാത്രം വെച്ചിട്ടുണ്ട്. നേരത്തെയൊക്കെ ഞാൻ വലിയ ചെരുവത്തിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ പയ്യെ ചെയ്ത് ചെരുവൊന്നും വേണ്ട എന്നുള്ളത് പഠിച്ചു. ഇങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു. അതിനുശേഷം ഞാൻ റിങ് വെച്ചിട്ടായിരുന്നു ചെയ്യുന്നത്. ഇപ്പം ഞാൻ റിങ്ങും വെക്കാറില്ല. നേരെ തന്നെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിം ഇട്ട് പാത്രം നന്നായി ചൂടായി കഴിയുമ്പോഴത്തേക്കും പാത്രം ഇറക്കി വെക്കും. വലിയത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ചെറുത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ ആദ്യത്തെ എന്നിട്ട് അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഈ പാത്രം വെച്ചിട്ടാണ് അടയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു ഓട്ടയുണ്ട് കേട്ടോ. ആ ഓട്ട നമുക്ക് ഒരു പേപ്പർ
ചുരുട്ടി വെച്ച് അടച്ച് വെക്കാം, ചൂട് പുറത്തോട്ട് പോകാതിരിക്കാൻ. ചിലപ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരും, അടപ്പേ വന്ന് മുട്ടുന്ന ലെവലെത്തുവാണെങ്കിൽ നമ്മൾ ആ അടപ്പ് മാറ്റിയിട്ട് ഈ ഇഡ്ഡലിത്തട്ടിൻ്റെ അടപ്പില്ലേ അതൊക്കെ വെക്കും. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഞാൻ മീഡിയം ടു ഹൈ ഫ്ലെയിം വെക്കും. പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 10 to 15 മിനിറ്റ് കൂടെ, മാക്സിമം 25-30 മിനിറ്റിനുള്ളിൽ സെറ്റാവും. നമുക്കത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. നെക്സ്റ്റ് ഡേ ആണ്. നമ്മളിത് സ്പഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്, സ്പഞ്ച്. നമുക്കത് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ചെറിയ കേക്ക്, അത് നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ക്രീം ഇതൊരു സ്പെഷ്യൽ സിറപ്പാണ് കേട്ടോ, സൂപ്പർ സിറപ്പ്, ടേസ്റ്റാണ്, അടിപൊളിയാണ്. ഇതിന് കുറച്ച് ഹെവി നട്ടി ബബിൾ ആയതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് ഹെവി ആയിട്ടാണ് കേട്ടോ. നട്ട്സ് നമ്മൾ ഇങ്ങനെ ഷുഗർ സിറപ്പല്ല ക്യാരമൽ ചെയ്ത് പൊടിച്ചെടുത്താണ് കേട്ടത്. ബട്ടർ സ്കോച്ച് ഫില്ലിങ് പോലെ ചോക്കോ ചിപ്സ്, ബട്ടർ സ്കോച്ച് ക്രഷും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള കേക്കാണ്. അപ്പം നമുക്ക് ഫൈനൽ കണ്ടാലോ എങ്ങനെയാന്ന്. അപ്പോൾ എന്നെ കാണാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.